വചനം 144. ഖദ് നറാ, നാം കാണുന്നുണ്ട്. തഖല്ലുബ, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വജ്ഹിക, നിന്റെ മുഖം. ഫിസ്സമാഇ, ആകാശത്തിൽ. ഫലനുവല്ലിയന്നക, അതിനാൽ നാം നിശ്ചയമായും നിന്നെ തിരിച്ചു തരാം, തിരിക്കുന്നു. ഖിബ്ലതൻ, ഒരു ഖിബിലക്ക്, ഖിബിലയിലേക്ക്, അഭിമുഖ കേന്ദ്രത്തിന്. തർലാഹ, അതിനെ നീ തൃപ്തിപ്പെടുന്നു. ഫവല്ലി, ഇനി നീ തിരിക്കുക, അതിനാൽ നീ തിരിക്കുക. വജ്ഹക, നിന്റെ മുഖം. ശത്റ, നേരെ ഭാഗത്തേക്ക്. അൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൻ്റെ, പവിത്രമായ പള്ളിയുടെ. വഹൈതുമാ കുന്തും, നിങ്ങൾ എവിടെയായാലും, ആകുന്നിടത്തു വെച്ച്. ഫവല്ലു, നിങ്ങൾ തിരിക്കുവിൻ. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ശത്റഹു, അതിൻ്റെ നേരെ. വ ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ. ഊതുൽ കിതാബ, അവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു. ലയഅലമൂന, അവർ അറിയുക തന്നെ ചെയ്യും. അന്നഹു, അതാണെന്ന്. അൽ ഹഖ്ഖു, യഥാർത്ഥം, ന്യായമായത്. മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. വമല്ലാഹു, അല്ലാഹു അല്ലതാനും. ബിഗാഫിലിൻ, അശ്രദ്ധനെ. അമ്മാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. നബിയെ, നിന്റെ മുഖം ആകാശത്തിൽ നോട്ടമിട്ടു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നീ തൃപ്തിപ്പെടുന്നതായ ഒരു കിബിലയിലേക്ക് നിന്നെ നാം നിശ്ചയമായും തിരിച്ചു തരാം. ഇനി നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് നീ തിരിച്ചു കൊള്ളുക. നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ മുഖങ്ങളെ അതിൻ്റെ നേർക്ക് തിരിച്ചു കൊള്ളുവീൻ. നിശ്ചയമായും വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കറിയാം അത് അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥമാകുന്നുവെന്ന്. അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനൊന്നുമല്ല. ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി സ്വീകരിച്ചുകൊണ്ടുള്ള താൽക്കാലിക നിയമം മാറ്റി തൽസ്ഥാനത്ത് കഅബയെ സ്ഥിരം ഖിബലയാക്കി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പനയാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ ഖിബല മുസ്ലിങ്ങളുടെ ഖിബലയായി കിട്ടിയാൽ കൊള്ളാമെന്ന അതിയായ മോഹവും തങ്ങളുടെ മതം സ്വീകരിക്കാതെ തങ്ങളുടെ ഖിബലയെ അംഗീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദികളിൽ നിന്നുള്ള സ്വൈരിക്കേടും നിമിത്തം അള്ളാഹുവിങ്കൽ നിന്ന് വല്ല വഹിയും പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവേശപൂർവ്വം മേൽപോട്ട് നോക്കാറുണ്ടായിരുന്നു. തഖല്ലുബ അഥവാ തിരിഞ്ഞുമറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന പദം ഉപയോഗിച്ചതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അങ്ങനെ ചെയ്തിരുന്നുവെന്നും ആഗ്രഹം മനസ്സിൽ അടക്കിവെക്കുകയല്ലാതെ പുറത്ത് പറയാറുണ്ടായിരുന്നില്ലെന്നും മനസ്സിലാകുന്നു. അതൊക്കെ നാം കാണുന്നുണ്ട്. ആ ആഗ്രഹം നാം നിറവേറ്റിത്തരാം, താൻ ആശിക്കുന്ന ഖിബല തന്നെ തനിക്ക് നിയമിച്ചു തരാം എന്നിങ്ങനെയുള്ള സന്തോഷസൂചകമായ ഒരു മുഖവുരയോടുകൂടിയാണ് ഈ കൽപ്പന അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത്. ഹിജ്റ 2-ാം കൊല്ലത്തിലാണ് ഈ കൽപ്പന അവതരിച്ചത്. ഇതിനുശേഷം കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നമസ്കരിച്ചത് അസർ നമസ്കാരമായിരുന്നുവെന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ച ഹദീസിൽ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി സ്ഥാപിച്ച ഖുബായിലെ പള്ളി മദീനയിൽ നിന്ന് 2-3 നാഴിക അകലെ സ്ഥിതി ചെയ്യുന്നതാകൊണ്ട് അവിടെ
ആ വിവരം ലഭിച്ചത് സുബ്ഹ് നമസ്കാരത്തിൻ്റെ ജമാഅത്ത് നടക്കുമ്പോഴായിരുന്നു. അതാണ് മുമ്പ് പറഞ്ഞ പ്രകാരം സുബ്ഹ് നമസ്കാരത്തിൽ അവർ കഅബയിലേക്ക് തിരിയുവാൻ കാരണം. നമസ്കാരം ഖിബലയുടെ നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കൽ നിർബന്ധമാണല്ലോ. നമസ്കാരത്തിൽ അല്ലാതെയും ഖിബലയുടെ നേരെ തിരിയുന്നത് നന്നായിരിക്കുന്ന ചില അവസരങ്ങളുമുണ്ട്. പ്രാർത്ഥന ചെയ്യുമ്പോഴും മരണപ്പെട്ടവരെ ഖബറിൽ കിടത്തുമ്പോഴും അതു വേണ്ടതാണെന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്ക് മുഖം തിരിക്കണം. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും എന്ന് പറഞ്ഞിരിക്കൊണ്ട് അടുത്തുള്ളവരും ദൂരത്തുള്ളവരും ഈ വിഷയത്തിൽ വ്യത്യാസമില്ലെന്ന് വ്യക്തമാകുന്നു. എന്നാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ നിയമത്തിൽ ഇളവുള്ളതായി ഹദീസുകളിൽ കാണാം. നമസ്കരിക്കുന്ന ആൾ നേരെ മുമ്പോട്ട് പോയാൽ കഅബയുടെ കെട്ടിടത്തിൽ ചെന്നു മുട്ടുമാറ് സൂക്ഷ്മമായി തിരിയേണ്ടതുണ്ടോ? അതല്ല ഏതാണ്ട് കഅബയുടെ ഭാഗത്തേക്കാകത്തക്കവണ്ണം ആയിരുന്നാൽ മതിയോ? പണ്ഡിതന്മാർക്കിടയിൽ മുമ്പേ ഭിന്നാഭിപ്രായമുള്ള ഒരു വിഷയമാണിത്. കഴിവതും സൂക്ഷ്മമായിരിക്കുകയാണ് വേണ്ടെന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുപോലെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും ഉപകരണങ്ങളും വഴി കൃത്യത ബോധ്യപ്പെട്ടെങ്കിലേ ഓരോ നമസ്കാരവും ശരിയാവുകയുള്ളൂ എന്നില്ലതാനും. പക്ഷേ സൂക്ഷ്മമായ വിവരമുള്ളവരും കഅബയുടെ അടുത്ത സ്ഥലങ്ങളിലുള്ളവരും അതിലേക്ക് കൃത്യമായി തന്നെ തിരിയണമെന്നുള്ളതിൽ സംശയവുമില്ല. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ജനങ്ങൾ ഇമാമിൻ്റെ പിന്നിൽ ചൊവ്വയുള്ള അണികളായി നിൽക്കാതെ കഅബയെയും ഇമാമിനെയും മധ്യത്തിലാക്കി വട്ടമിട്ടുള്ള അണികളായി നിൽക്കുന്നതും. അല്ലാത്തപക്ഷം കുറച്ചാളുടെ നമസ്കാരം മാത്രം കഅബയുടെ നേരെയും മറ്റുള്ളവരുടേത് അല്ലാതെയും ആയിരിക്കുമല്ലോ. കഅബയുടെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ഏതു ഭാഗത്തേക്കും തിരിയാവുന്നതുമാണ്. ഈ കൽപ്പന അള്ളാഹുവിങ്കിൽ നിന്നുള്ള യഥാർത്ഥമാണെന്ന് വേദക്കാർക്ക് തീർച്ചയായും അറിയാമെന്ന് അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെയും തിരുമേനിയിൽ വിശ്വസിക്കുന്നവരുടെയും വിശേഷതകളെക്കുറിച്ച് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചകരിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള അറിവായിരിക്കാം ഇതുകൊണ്ടുദ്ദേശം. കൂടാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട ആരാധനാലയവും. അടിക്കുറിപ്പ്: ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ഏറെക്കുറെ 4000 കൊല്ലം മുമ്പാണ് കഅബയുടെ സ്ഥാപനം. ഏതാണ്ട് 1000-ലധികം കൊല്ലം മുമ്പ് മാത്രമാണ് ബൈത്തുൽ മുഖദ്ദസ് സ്ഥാപിക്കപ്പെട്ടത്. വിശദീകരണം തുടരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ ഖിബലയും കഅബയായിരുന്നുവെന്നും ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൻപറ്റേണ്ടതെന്നും വേദക്കാർക്ക് അജ്ഞാതമല്ല. ഏതായാലും അടുത്ത് 146-ാം വചനത്തിൽ കാണുന്നതുപോലെ അവർക്ക് അറിവുണ്ടായിട്ട് പിന്നെയും അത് മൂടിവെച്ചുകൊണ്ടാണവർ ആരോപണങ്ങൾക്കും കുഴപ്പത്തിനും മുതിരുന്നത്. അതവർക്ക് നന്നല്ലെന്നും അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള താക്കീതാണ് അവസാനം അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അശ്രദ്ധനൊന്നുമല്ല എന്ന വാക്യം. അള്ളാഹു തുടർന്നു പറയുന്നു: